നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൽത്തപ്പാണ്. അപ്പോൾ അതിനാദ്യം വേണ്ട വെള്ളം നമ്മൾ ഉരുക്കാൻ പോകട്ടോ. സ്വല്പം വെള്ളം വെച്ച് അതിൽ ശർക്കര ഇട്ടിട്ട് നല്ല ഉരുക്കിയെടുക്കുക. അതിനുശേഷം ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതിടുക, ജീരകമിട്ട് കൊടുക്കുക. ഏലക്കായ് നമ്മളെത്തില്ല, ഏലക്കായ് ഇതിൽ ആഡ് ചെയ്യണം. ഏലക്കായ് നമ്മളെത്തില്ല, അപ്പം അതുകൊണ്ട് ഏലക്കായ് നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. അതിലോട്ട് അരിപ്പൊടി ഇടുക. അരിപ്പൊടി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലോണം അടിച്ചെടുക്കുക. മിക്സി എടുത്ത് നല്ലോണം അടിച്ചെടുക്കുക. അതൊന്ന് കലക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിലോട്ട് ഒഴിക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ലേശം അപ്പസോഡ ഇട്ട് കൊടുക്കാം. ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഒരളം ചൂട് പോകുന്നവരെ ഇളക്കി കൊടുക്കുക. ഈ ടൈറ്റിൽ എടുക്കുക. അടുപ്പത്ത് വെക്കുക. എന്നിട്ട് കത്തിക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചെറുള്ളി തേക്കാം. ഇനി നല്ല മൂപ്പിക്കുക. അപ്പം നമ്മൾ ഒഴിക്കാൻ പോവാം. ഹൈ ഫ്ലെയിമിലിട്ട് കത്തിച്ച് ഇതേമാതിരി ആവി വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലോട്ട് ഇടുക. 10 മിനിറ്റ് വേവിച്ച ശേഷം ഇറക്കി വെക്കുക. കുറച്ച് ചൂടാറിയിട്ട് നമുക്ക് തുറക്കാം. ഇപ്പോൾ തുറന്ന് നോക്കാം എന്താ പാടം നോക്കാം നമുക്ക്. ഇതാണ് കേൾക്കണു. ഇനി നമുക്കിത് വെട്ടിയിട്ട് കാണാം. ഇപ്പോൾ റെഡി ആയിക്കണു. അപ്പോൾ ഇനി എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ നല്ല ആര് വന്നിക്കണു. നല്ല ആര് വന്ന കൽത്തപ്പം. നല്ല സ്മൂത്തി ആയിട്ടുള്ള കൽത്തപ്പം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.